സക്സസ് ഫയലിലേക്ക് സ്വാഗതം. 2025-26 ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു മോക്ക് ടെസ്റ്റാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത്. പ്യുവർ എക്സാമിൻ്റെ കട്ട് ഓഫ് വെച്ചിരിക്കുന്നത് 45 മാർക്കാണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം: വിദേശ രാജ്യങ്ങളിലെ ശാസ്ത്ര സാങ്കേതിക പ്രതിഭകളെ ആകർഷിക്കുന്നതിനായി കെ വിസ എന്ന പേരിൽ പുതിയ വിസ ആരംഭിച്ച രാജ്യം ഏതാണ്? കെ വിസ എന്ന പേരിൽ പുതിയ വിസ ആരംഭിച്ചത് ചൈനയാണ്. ചൈന. ആഗോള ഊർജ സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ആഗോള ഊർജ സ്വാതന്ത്ര്യ ദിനമായിട്ട് ആചരിക്കുന്നത് ജൂൺ 10. ജൂൺ 10 ആഗോള ഊർജ സ്വാതന്ത്ര്യ ദിനം. കിഴക്കൻ ലഡാക്കിൽ ഇന്ത്യ നിർമ്മിച്ച പുതിയ വ്യോമത്താവളം ഏതാണ്? കിഴക്കൻ ലഡാക്കിൽ ഇന്ത്യ നിർമ്മിച്ച പുതിയ വ്യോമത്താവളം ന്യോമ. പേര് ന്യോമ. ഓപ്ഷൻ എ. 216 മണിക്കൂർ തുടർച്ചയായി ഭരതനാട്യം അവതരിപ്പിച്ച് പുതിയ ലോക റെക്കോർഡ് സ്ഥാപിച്ച കർണാടക സ്വദേശി ആരാണ്? എത്ര മണിക്കൂറാണ്? 216 മണിക്കൂർ തുടർച്ചയായിട്ട് ഭരതനാട്യം അവതരിപ്പിച്ച് പുതിയ ലോക റെക്കോർഡ് സ്ഥാപിച്ച കർണാടക സ്വദേശി ആരാണ്? വിദുഷി ദീക്ഷ വി ആണ്. വിദുഷി ദീക്ഷ വി. ഇന്ത്യയുടെ ഏത് പദ്ധതിയുടെ ഭാഗമായാണ് പ്രഹർ പോലുള്ള ആയുധങ്ങൾ തദ്ദേശീയമായിട്ട് നിർമ്മിക്കുന്നത്? ഇന്ത്യയുടെ ഏത് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പ്രഹർ പോലുള്ള ആയുധങ്ങൾ തദ്ദേശീയമായിട്ട് നിർമ്മിക്കുന്നത്? ഓപ്ഷൻ ഡി. ആത്മനിർഭർ ഭാരത്. ആത്മനിർഭർ ഭാരത് എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പ്രഹർ പോലുള്ള ആയുധങ്ങൾ ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിക്കുന്നത്. ആത്മനിർഭർ ഭാരത്. കൃത്രിമമായി സൂര്യഗ്രഹണം സൃഷ്ടിച്ച് സൂര്യന്റെ കൊറോണയെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയുള്ള യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ദൗത്യം. സൂര്യന്റെ കൊറോണയെ കുറിച്ച് പഠിക്കുവാൻ വേണ്ടിയുള്ള യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ദൗത്യം ഏത്? പ്രോബ 3. പ്രോബ 3. സ്കൈ സ്കാനറിന്റെ ട്രെൻഡിംഗ് ഡെസ്റ്റിനേഷൻ 2025 പട്ടികയിൽ 10ാം സ്ഥാനത്ത് ഇടം പിടിച്ച കേരളത്തിലെ നഗരം ഏത്? സ്കൈ സ്കാനറിന്റെ ട്രെൻഡിംഗ് ഡെസ്റ്റിനേഷൻ 2025 പട്ടികയിൽ 10ാം സ്ഥാനത്ത് ഇടം പിടിച്ച കേരളത്തിലെ നഗരം ഏതാണ്? തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം. ഇന്ത്യയിലെ ആദ്യ പേപ്പർ രഹിത ഇലക്ഷൻ നടത്തപ്പെട്ട സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ പേപ്പർ രഹിത ഇലക്ഷൻ നടത്തപ്പെട്ട സംസ്ഥാനം ഏത്? മധ്യപ്രദേശാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പേപ്പർ രഹിത ഇലക്ഷൻ നടത്തപ്പെട്ട സംസ്ഥാനം മധ്യപ്രദേശ്. കേരളത്തിലെ 5 ലക്ഷം കർഷകർക്ക് ഗുണമാകുന്ന സ്മാർട്ട് കൃഷി രീതികളിലൂടെ കാർഷിക നവീകരണത്തിനുള്ള ലോക ബാങ്കിന്റെ അംഗീകാരമുള്ള പദ്ധതി ഏത്? ലോക ബാങ്കിന്റെ അംഗീകാരമുള്ള പദ്ധതി. കേരളത്തിലെ 5 ലക്ഷം കർഷകർക്ക് ഗുണമാകുന്ന സ്മാർട്ട് കൃഷി രീതികളിലൂടെ കാർഷിക നവീകരണത്തിനുള്ള ലോക ബാങ്കിന്റെ അംഗീകാരമുള്ള പദ്ധതിയാണ് കേര. പദ്ധതിയുടെ പേര് കേര. വെനസ്വേലൻ ഭരണാധികാരി നിക്കോളാസ് മഡുറോയെ ലക്ഷ്യം വെച്ച് US നടത്തിയ സൈനിക നീക്കം. വെനസ്വേലൻ ഭരണാധികാരി നിക്കോളാസ് മഡുറോയെ ലക്ഷ്യം വെച്ച് US നടത്തിയ സൈനിക നീക്കം അറിയപ്പെടുന്നത് ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ ബോംബർ ഡ്രോൺ ഏതാണ്? ആദ്യത്തെ ബോംബർ ഡ്രോൺ. ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച ആദ്യത്തെ ബോംബർ ഡ്രോൺ ഏതാണ്? FWD-200B ആണ്. FWD-200B.
ലോകത്താദ്യമായി മാനുഷിക സ്രോതസ്സിൽ നിന്നും വികസിപ്പിച്ചെടുത്ത ക്ഷയരോഗ വാക്സിൻ. പ്രത്യേകത എന്താണ്? മാനുഷിക സ്രോതസ്സിൽ നിന്നും വികസിപ്പിച്ചെടുത്ത ക്ഷയരോഗ വാക്സിൻ ഏത്? MTB വാക്ക്. MTB വാക്ക്. മാനുഷിക സ്രോതസ്സിൽ നിന്ന് വികസിപ്പിച്ചെടുത്ത ക്ഷയരോഗ വാക്സിനാണ് MTB വാക്ക്. കേരളത്തിൽ നിന്നും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ താരം ആര്? കേരളത്തിൽ നിന്നും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വനിതാ താരം ആര്? മിന്നുമണിയാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, മിന്നുമണി. കേരളത്തിൽ ആദ്യമായി സ്ട്രോങ് ലൈസൻസ് നേടിയ വനിത. കേരളത്തിൽ ആദ്യമായിട്ട് സ്ട്രോങ് ലൈസൻസ് നേടിയ വനിത ആര്? എസ് സന്ധ്യ. എസ് സന്ധ്യയാണ് കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് സ്ട്രോങ് ലൈസൻസ് നേടിയ വനിത. റോഡ് അപകടങ്ങൾ കുറയ്ക്കാനും ഗതാഗത നിയമലംഘനം തടയാനും സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പ് AI അധിഷ്ഠിത ക്യാമറകൾ സ്ഥാപിച്ച പദ്ധതി ഏത്? സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പ് AI അധിഷ്ഠിത ക്യാമറകൾ സ്ഥാപിച്ച പദ്ധതി ഏത്? സേഫ് കേരള. പദ്ധതിയുടെ പേര് സേഫ് കേരള. ആസ്ട്രാസെനക്ക ആഗോളതലത്തിൽ പിൻവലിച്ച കോവിഡ് വാക്സിൻ. ആസ്ട്രാസെനക്ക ആഗോളതലത്തിൽ പിൻവലിച്ച കോവിഡ് വാക്സിൻ ഏതാണ്? കോവിഷീൽഡ് ആണ്. കോവിഷീൽഡ് ആണ് ആസ്ട്രാസെനക്ക ആഗോളതലത്തിൽ പിൻവലിച്ച കോവിഡ് വാക്സിൻ. ശൈശവ വിവാഹം തടയുന്നതിനായുള്ള സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പിന്റെ പദ്ധതി. ശൈശവ വിവാഹം തടയുന്നതിനായുള്ള സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പിന്റെ പദ്ധതിയാണ് പൊൻവാക്ക്. പദ്ധതിയുടെ പേരെന്താണ്? പൊൻവാക്ക്. മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം. ഏറ്റവും പ്രായം കുറഞ്ഞ താരം. മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ഡി ഗുഗേഷ് ആണ്. ഡി ഗുഗേഷ്. ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ പോലീസ് സ്റ്റേഷൻ. ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ പോലീസ് സ്റ്റേഷൻ. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പോലീസ് സ്റ്റേഷൻ ഏതാണ്? ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പോലീസ് സ്റ്റേഷനാണ് അർത്തുങ്കൽ പോലീസ് സ്റ്റേഷൻ. ഓപ്ഷൻ ബി, അർത്തുങ്കൽ പോലീസ് സ്റ്റേഷൻ. സംസ്ഥാനത്ത് പൂർണ്ണമായിട്ട് തെരുവ് വിളക്കുകൾ സ്ഥാപിച്ച ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത്. സംസ്ഥാനത്ത് ആദ്യമായിട്ട് തെരുവ് വിളക്കുകൾ സ്ഥാപിച്ച ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് ഏത്? പാറളമാണ്. തൃശ്ശൂർ ജില്ലയിലെ പാറളമാണ് സംസ്ഥാനത്ത് ആദ്യമായിട്ട് തെരുവ് വിളക്കുകൾ സ്ഥാപിച്ച, ആദ്യമായിട്ട് പൂർണ്ണമായിട്ടും തെരുവ് വിളക്കുകൾ സ്ഥാപിച്ച ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത്. രാജ്യത്തെ ആദ്യത്തെ തദ്ദേശീയമായി നിർമ്മിച്ച ഹൈഡ്രജൻ തീവണ്ടി. ഹൈഡ്രജൻ തീവണ്ടി നിർമ്മിക്കുന്നത് എവിടെയാണ്? രാജ്യത്തെ ആദ്യത്തെ തദ്ദേശീയമായിട്ട് ഹൈഡ്രജൻ തീവണ്ടി നിർമ്മിക്കുന്നത് എവിടെയാണ്? ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി പേരമ്പൂരാണ്. ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി പേരമ്പൂർ. പുകയില ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനുള്ള നിയമപരമായ പ്രായം 18 നിന്നും 21 ഉയർത്തിയ സംസ്ഥാനം. 18 നിന്നും എത്രയാക്കിയാണ് ഉയർത്തിയത്? 21. കർണാടകയാണ്. കർണാടക. ബാങ്ക്, പോസ്റ്റ് ഓഫീസ് സേവനങ്ങൾ ഗുണഭോക്താക്കളുടെ വാതിൽപ്പടിക്കലെത്തിക്കാൻ കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി ഏത്? ബാങ്ക് അതുപോലെ പോസ്റ്റ് ഓഫീസ് സേവനങ്ങൾ ഗുണഭോക്താക്കളുടെ വാതിൽപ്പടിയിൽ എത്തിക്കാനായിട്ട് കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി ഏത്? സഖി. പദ്ധതിയുടെ പേര് സഖി. 2025 ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ പ്രമേയം എന്താണ്? 2025 ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കുന്നത് ഓഗസ്റ്റ് 23 അപ്പൊ 2025 പ്രമേയമാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം.
ആര്യഭട്ട മുതൽ ഗഗൻയാൻ വരെ, പുരാതന വിജ്ഞാനം മുതൽ നൂതന സാധ്യതകളിലൂടെ. ആര്യഭട്ട മുതൽ ഗഗൻയാൻ വരെ, പുരാതന വിജ്ഞാനം മുതൽ നൂതന സാധ്യതകളിലൂടെ. അന്താരാഷ്ട്ര ഇന്റർനെറ്റ് സേവന ദാതാക്കളായ വൺവെബിന്റെ 36 ഉപഗ്രഹങ്ങൾ വിജയകരമായ ഭ്രമണപഥത്തിലെത്തിച്ച ഇന്ത്യയുടെ റോക്കറ്റ്. എത്ര ഉപഗ്രഹങ്ങളാണ്? 36 ഉപഗ്രഹങ്ങൾ വിജയകരമായിട്ട് ഭ്രമണപഥത്തിലെത്തിച്ച ഇന്ത്യയുടെ റോക്കറ്റ്. വൺവെബിന്റെ 36 ഉപഗ്രഹങ്ങൾ ഭ്രമണപഥത്തിൽ എത്തിച്ചത് LMV-3 ആണ്. LMV-3 റോക്കറ്റിന്റെ പേര് LMV-3. 2025 ഏപ്രിൽ 22 ഭീകരവാദ ആക്രമണം നടന്ന ജമ്മു കാശ്മീരിലെ പ്രദേശം ഏതാണ്? 2025 ഏപ്രിൽ 22 എന്നാണ് നടന്നത് ആക്രമണം? 2025 ഏപ്രിൽ 22 എവിടെയാണ്? പഹൽഗാമിലാണ്. പഹൽഗാം. 2025 ലോക ഭൗമ ദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു? ലോക ഭൗമ ദിനം ഏപ്രിൽ 22. ലോക ഭൗമ ദിനം എന്നാണ് ഏപ്രിൽ 22. 2025 ലോക ഭൗമ ദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു? നമ്മുടെ ശക്തി നമ്മുടെ ഗ്രഹം. നമ്മുടെ ശക്തി നമ്മുടെ ഗ്രഹം. 2023 ജൂലൈ 14 ISRO വിക്ഷേപിച്ച ചന്ദ്രയാൻ 3 റോവറിന്റെ മിഷൻ ലൈഫ് എത്രയാണ്? ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് 2023 ജൂലൈ 14. 2023 ജൂലൈ 14 റോവറിന്റെ മിഷൻ ലൈഫ് എത്രയായിരുന്നു? 14 ഭൗമദിനങ്ങളായിരുന്നു. 14 ഭൗമദിനങ്ങൾ. സ്പേസ് എക്സുമായി പങ്കാളിത്തത്തിൽ ഏർപ്പെടുന്ന കേരളത്തിൽ ആദ്യത്തെ സ്റ്റാർട്ടപ്പ് ഏതാണ്? സ്പേസ് എക്സുമായിട്ട് പങ്കാളിത്തത്തിൽ ഏർപ്പെടുന്ന കേരളത്തിലെ ആദ്യത്തെ സ്റ്റാർട്ടപ്പ് ഏതാണ്? Hex20 ആണ്. Hex20. കേരളത്തിലെ ഏത് സർവകലാശാലയ്ക്കാണ് ഗ്രീൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ചത്? ഗ്രീൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ചത് കേരളത്തിലെ ഏത് സർവകലാശാലയ്ക്കാണ്? കുസാറ്റിനാണ്. കുസാറ്റ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. കുസാറ്റ്. 78ാം കാൻ ചലച്ചിത്രമേളയിൽ ഏറ്റവും ഉയർന്ന പുരസ്കാരമായ പാം ഡോർ നേടിയ ചലച്ചിത്ര പ്രവർത്തകൻ ആര്? എത്രാമത്തെ? 78ാമത്തെ കാൻ ചലച്ചിത്രമേളയിൽ ഏറ്റവും ഉയർന്ന പുരസ്കാരമായ പാം ഡോർ നേടിയ ചലച്ചിത്ര പ്രവർത്തകൻ ആരാണ്? ജാഫർ പനാഹിയാണ്. ജാഫർ പനാഹി. ഇന്ത്യയുടെ സമുദ്രയാൻ പദ്ധതിയിൽ പങ്കാളിയായ മലയാളിയാണ്? സമുദ്രയാൻ. മനുഷ്യനെ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ എത്തിക്കുന്നതിനുള്ള പദ്ധതിയാണ് സമുദ്രയാൻ. സമുദ്രയാൻ പദ്ധതിയിൽ പങ്കാളിയായ മലയാളി ആര് എന്താണ് ചോദ്യം? ഉത്തരം ഡോക്ടർ ജി ഹരികൃഷ്ണനാണ്. ഡോക്ടർ ജി ഹരികൃഷ്ണൻ. കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമായിരുന്ന തലച്ചോർ തീനി എന്നറിയപ്പെടുന്ന അമീബ വകഭേദം ഏത്? കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമായിരുന്ന തലച്ചോർ തീനി എന്നറിയപ്പെടുന്ന അമീബ വകഭേദം ഏത്? നെഗ്ലേറിയ ഫൗലേറി. വയനാട്ടിലെ കർഷകനായ ആലഞ്ചേരി ബാലകൃഷ്ണൻ വികസിപ്പിച്ച 15 വർഷത്തെ പേറ്റന്റ് ലഭിച്ച മഞ്ഞൾ ഇനം? ആലഞ്ചേരി ബാലകൃഷ്ണൻ. വയനാട്ടിലെ കർഷകനായ ആലഞ്ചേരി ബാലകൃഷ്ണൻ വികസിപ്പിച്ച 15 വർഷത്തെ പേറ്റന്റ് ലഭിച്ച മഞ്ഞൾ ഇനം ഏത്? 916 ആണ് മഞ്ഞൾ ഇനത്തിന്റെ പേര്. 916. കേരളത്തിൽ ട്രെയിനുകളിൽ സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ പോലീസ് ആരംഭിച്ച പദ്ധതിയുടെ പേര്? ട്രെയിനുകളിൽ സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ പോലീസ് ആരംഭിച്ച പദ്ധതി ഓപ്പറേഷൻ രക്ഷിത. പദ്ധതിയുടെ പേര്
ഓപ്പറേഷൻ രക്ഷിത. ദേശീയ വിദ്യാഭ്യാസ നയം 2020 ബദലായി സ്വന്തമായി സമഗ്രമായ സംസ്ഥാന വിദ്യാഭ്യാസ നയം സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പോളിസി SEP അവതരിപ്പിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ദേശീയ വിദ്യാഭ്യാസ നയം 2020 പകരമായിട്ട് സ്വന്തമായി സമഗ്രമായ സംസ്ഥാന വിദ്യാഭ്യാസ നയം അവതരിപ്പിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം തമിഴ്നാടാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, തമിഴ്നാട്. വേൾഡ് കാലിഗ്രാഫി അസോസിയേഷൻ പ്രസിഡന്റായി ചുമതലയേറ്റ ആദ്യത്തെ ഇന്ത്യൻ വംശജൻ. വേൾഡ് കാലിഗ്രാഫി അസോസിയേഷൻ പ്രസിഡന്റായിട്ട് ചുമതലയേറ്റ ആദ്യ ഇന്ത്യൻ വംശജൻ ആരാണ്? നാരായണ ഭട്ടതിരി. ഓപ്ഷൻ എ ആണ് ഉത്തരം, നാരായണ ഭട്ടതിരി. സോം എന്ന നിഘണ്ടു ഏത് ഭാഷയിലുള്ളതാണ്? സോം നിഘണ്ടുവിന്റെ പേര് സോം. ഏത് ഭാഷയിലുള്ളതാണ്? കുമ്മറ നിഘണ്ടു ആണ്. കുമ്മർ. ലോക യൂത്ത് സ്ക്രാബിൾ ചാമ്പ്യൻഷിപ്പ് കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ താരം ആരാണ്? ലോക യൂത്ത് സ്ക്രാബിൾ ചാമ്പ്യൻഷിപ്പ് കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ താരം മാധവ് ഗോപാൽ കാമത്ത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, മാധവ് ഗോപാൽ കാമത്ത്. നടപടിക്രമങ്ങളിലെ സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിക്കപ്പെട്ടാൽ വധശിക്ഷ റിട്ട് ഹർജിയിലൂടെ ചോദ്യം ചെയ്യാമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയത് ഏത് കേസിലാണ്? എന്താണ്? നടപടിക്രമങ്ങളിലെ സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിക്കപ്പെട്ടാൽ വധശിക്ഷ റിട്ട് ഹർജിയിലൂടെ ചോദ്യം ചെയ്യാമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയത് ഏത് കേസിൽ ആണ്? വസന്ത സമ്പത്ത് ദുബാരെ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. വസന്ത സമ്പത്ത് ദുബാരെ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. കേരളത്തിൽ നിന്നും ആദ്യമായിട്ട് റെഡ് എലഫന്റ് അവാർഡ് ലഭിച്ച ഡിസൈനർ. റെഡ് എലഫന്റ് അവാർഡ് അഥവാ ക്യൂരിയസ് ഡിസൈനർ അവാർഡ്. റെഡ് എലഫന്റ് അവാർഡ് ലഭിച്ച ഡിസൈനർ ആര്? മുഹമ്മദ് ഫർഹാൻ. ഓപ്ഷൻ എ ആണ് ഉത്തരം, മുഹമ്മദ് ഫർഹാൻ. സ്വദേശ് സമ്മാൻ ദേശീയ പുരസ്കാരം നേടിയ കേരള സർക്കാർ സ്ഥാപനം ഏത്? സ്വദേശ് സമ്മാൻ ദേശീയ പുരസ്കാരം നേടിയ കേരള സർക്കാർ സ്ഥാപനം KSFE ആണ്. KSFE, കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് ലിമിറ്റഡ്. KSFE, കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് ലിമിറ്റഡ്. സ്വദേശ് സമ്മാൻ ദേശീയ പുരസ്കാരം നേടിയ കേരള സർക്കാർ സ്ഥാപനമാണ് കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസ് ലിമിറ്റഡ്. ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷൻ ട്രസ്റ്റഡ് ട്രാവലർ പ്രോഗ്രാം FTITTP. ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷൻ ട്രസ്റ്റഡ് ട്രാവലർ പ്രോഗ്രാം ഇന്ത്യയിൽ ആദ്യമായി ആരംഭിച്ച വിമാനത്താവളം ഏത്? ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓപ്ഷൻ സി, ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം ന്യൂഡൽഹിയാണ്. ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം ന്യൂഡൽഹി. കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ച ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന പദ്ധതി പഠിക്കാൻ നിയോഗിച്ച സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ച ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന പദ്ധതി പഠിക്കാൻ നിയോഗിച്ച സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? രാംനാഥ് കോവിന്ദ്. ഓപ്ഷൻ എ ആണ് ഉത്തരം, രാംനാഥ് കോവിന്ദ്. ആദ്യമായി പുനരുപയോഗിക്കാവുന്ന ഹൈബ്രിഡ് റോക്കറ്റായ റൂമി 1 പുനരുപയോഗിക്കാവുന്ന ഹൈബ്രിഡ് റോക്കറ്റായ റൂമി 1 വിക്ഷേപിച്ച രാജ്യം ഏത്?
ഇന്ത്യ. റൂമി 1 വിക്ഷേപിച്ചത് ഇന്ത്യ. മുഗൾ സാമ്രാജ്യത്തിന്റെ ചരിത്രം വിശദീകരിക്കുന്ന ബുക്ക് ഓഫ് എംപറേഴ്സ് എന്ന പുസ്തകം രചിച്ചത് ബുക്ക് ഓഫ് എംപറേഴ്സ് രചിച്ചത് അശ്വത ജയകുമാറാണ്. അശ്വത ജയകുമാർ. കുംഫി ഉദയ് എന്ന് വിളിക്കും. ഏത് വിളയുടെ സങ്കരീനം ആണ്? കുംഫി ഉദയ് ഏത് വിളയുടെ സങ്കരീനമാണ്? ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങിന്റെ സങ്കരീനമാണ് കുംഫി ഉദയ്. യുനെസ്കോയുടെ ലോകത്തിലെ മികച്ച 7 മ്യൂസിയങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഗുജറാത്തിലെ മ്യൂസിയം എവിടത്തെയാണ്? ഗുജറാത്തിലെ മ്യൂസിയം സ്മൃതിവൻ ആണ്. സ്മൃതിവൻ. ഓപ്ഷൻ ബി സ്മൃതിവൻ. ഒരു പരമരഹസ്യത്തിന്റെ ഓർമ്മയ്ക്ക് എന്ന പുസ്തകം രചിച്ചത് ആര്? പുസ്തകത്തിന്റെ പേര് ഒരു പരമരഹസ്യത്തിന്റെ ഓർമ്മയ്ക്ക്. പുസ്തകം രചിച്ചത് ആര്? സാറാ ജോസഫ്. സാറാ ജോസഫ്. ഒരു പരമരഹസ്യത്തിന്റെ ഓർമ്മയ്ക്ക്. സാറാ ജോസഫ്. അവസാനത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കപ്പാസിറ്റർ നിർമ്മാണ കേന്ദ്രം നിലവിൽ വന്നത് കേരളത്തിലെ എവിടെയാണ്? സൂപ്പർ കപ്പാസിറ്റർ നിർമ്മാണ കേന്ദ്രം. സൂപ്പർ കപ്പാസിറ്റർ നിർമ്മാണ കേന്ദ്രം നിലവിൽ വന്നത് കേരളത്തിലെ എവിടെയാണ്? കണ്ണൂരാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, കണ്ണൂർ. അപ്പൊ ഈ ഒരു എക്സാമിലെ കട്ട് ഓഫ് 45 മാർക്കാണ്. നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമന്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.